ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊന്ന അമ്മാവൻ. അമ്മയും പോലീസ് കസ്റ്റഡിയിൽ. കഠിനകുളത്ത് ഇൻസ്റ്റഗ്രാം വഴി പരിചയത്തിലായ പെൺകുട്ടിയെ ലൈംഗിക ബന്ധത്തിനിടെ കൊലപ്പെടുത്തി കാമുകൻ. പ്രൊഫഷനുകളെ വെല്ലുന്ന കൂർമ്മബുദ്ധിയോടെ കൊല്ലേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കി ഓരോരുത്തരായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പോത്തുണ്ടിയിലെ ചെന്താമര. തിരുവനന്തപുരം നെട്ടയത്ത് സഹപാഠിയെ ബസ്സിൽ വെച്ച് കൊല്ലാൻ കത്തിവീശിയ +2 വിദ്യാർത്ഥി. ലൈംഗിക ബന്ധത്തിന് വിസമ്മതിച്ച പോക്സോ കേസ് അതിജീവിതയെ തലഭിത്തിയിലിടിപ്പിച്ച് മൃതപ്രായയാക്കിയ ചോറ്റാനിക്കരയിലെ അനൂപ്. കാലിക്കറ്റ് സർവകലാശാലയിൽ പരസ്പരം തലതല്ലിപ്പൊളിച്ച് വിദ്യാർത്ഥികൾ. മലപ്പുറം മഞ്ചേരി പുൽപ്പറ്റ ഒളമതിലിൽ 3 മാസം പ്രായമായ കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊന്ന അമ്മ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി, കേരളം ഞെട്ടേണ്ട ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത്, അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കൊച്ചി ഗ്ലോബൽ സ്കൂളിലെ കുട്ടികൾ 15-കാരനായ തങ്ങളുടെ സഹപാഠിയെ ബസ്സിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. വാഷ്റൂമിൽ കൊണ്ടുപോയി ക്ലോസറ്റ് നക്കിപ്പിച്ചു, മുഖം പൂഴ്ത്തിവെച്ചു, ഫ്ലഷ് അമർത്തി. ഒടുവിൽ ഈ കുട്ടി 28 മിഹിർ എന്ന ആൾ 28ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. കേരളത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് കേരളീയ സമൂഹത്തിൽ സംഭവിച്ച ക്രൂരതകളുടെ ചില വാർത്തകൾ മാത്രമാണിത്. കേരളം ഞെട്ടിത്തരിക്കുകയാണ്. എന്താണ് നാടിന് സംഭവിക്കുന്നത്? ഒറ്റപ്പെട്ടവ എന്ന് പറയുമ്പോഴും കേരള മനസാക്ഷിക്ക് അപകടകരമാം വിധം മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? കൊന്നും കൊലവിളിച്ചും അറപ്പ് മാറിയോ?